മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ ഉണക്കാം. ഈ മനോഹരമായ ദിവസത്തിൽ ദൈവത്തെ നോക്കി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ കൃപകൾക്കായി ദൈവത്തെ നോക്കി സ്തുതിക്കാം. മഹത്തരമായ നോമ്പ് നാളുകളുടെ ഈ 35-ാം ദിനത്തിലും തിരുവാലയത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിലയേറെ കൃപകൾക്കായി ദൈവത്തിനെ സ്തുതിക്കുവാനുള്ള, മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണിത്. എല്ലാവർക്കും വായ്കളെ തുറന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി കരേറ്റുവാനുള്ള സമയമാണ്. ആരും മിണ്ടാതിരിക്കരുത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് നന്ദി കരേറ്റിക്കൊണ്ടായിരിക്കാം, സ്തോത്രം ചെയ്തുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ നാളുകളിൽ ബലഹീനമായ അവസ്ഥകളിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കുവാനുള്ള സമയമാണ്. വീണുപോയ സമയങ്ങളിലെല്ലാം നമ്മെ താങ്ങി വഴന്നെടുത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയമാണ്. Prayer is a link between men and God. പ്രാർത്ഥന ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമാണ്. നമുക്ക് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയൊരു അവകാശം ലഭിച്ചിരിക്കുകയാണ്. മക്കൾക്ക് അപ്പനോട് ചോദിക്കുവാനുള്ള അവകാശമുണ്ട്. നമുക്കെല്ലാവർക്കും വായ്കളെ തുറന്ന് സ്തുതിക്കാം. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന യേശുപ്പാ, സ്തുതിക്കുന്ന ദൈവമേ, മനോഹരമായ ദൈവമേ, ഒരു ആലയം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവമേ അങ്ങേ നോക്കി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന വിലയേറെ കൃപകൾക്കായി ദൈവമേ സ്തുതിക്കുന്ന യേശുപ്പാ. എല്ലാവർക്കും സ്തുതിക്കാം. അനേകർക്ക് ഇന്ന് ആലയത്തിൽ പോകുവാനോ ആരാധിക്കുവാനോ കഴിയാത്ത ഈ അവസരത്തിൽ മനോഹരമായ ഈ ആലയത്തിൽ നമുക്ക് കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ വിലയേറിയ ഒരു അവസരത്തെ ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളിലെല്ലാം അവൻ താങ്ങി നമ്മെ വഴിനടത്തി. ആ നാളുകളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി നമുക്ക് സ്തുതിക്കാം. മനോഹരമായ കുടുംബം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ ഓർത്ത് സ്തുതിക്കാം. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ എല്ലാവർക്കുമായി സ്തുതിക്കുവാനുള്ള സമയമാണ്. നല്ല കുടുംബ ബന്ധങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ ഓർത്ത് സ്തുതിക്കാം. ഭവനമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മനോഹരമായ ഭവനം ലഭിച്ചിരിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ നോക്കി സ്തുതിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല വിദ്യാഭ്യാസത്തിനായി ദൈവത്തിനെ ഓർത്ത് സ്തുതിക്കാം. ലഭിച്ചിരിക്കുന്ന ജോലികൾക്കായി ദൈവത്തിനെ നോക്കി സ്തുതിക്കാം. നമുക്ക് നൽകിയിരിക്കുന്ന ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, ദൈവമേ നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തും ദൈവമേ ഇപ്പോൾ സ്തുതിക്കുവാനുള്ള സമയമാണ്. ഈ നോമ്പ് നാളുകളുടെ ദിനങ്ങളിൽ, ഈ മഹത്വമേറിയ ദിനങ്ങളിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തെ നോക്കി സ്തുതിക്കാം. നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് അറിയുക ദൈവത്തെ നോക്കി സ്തുതിക്കാം. നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ തെറ്റുകൾ, ദൈവമേ നമ്മുടെ പാപക്കറകളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തെ നോക്കി സ്തുതിക്കാം. ദൈവമേ അനേകർക്ക് ലഭിക്കാത്ത മനോഹരമായ ദൈവമേ നന്മയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ മനോഹരമായ ആലയത്തിൽ ദൈവത്തെ നോക്കി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അനേക നന്മകൾ അനുഭവിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ ഓർത്ത് സ്തുതിക്കാം. ഈ നോമ്പ് നാളുകളിൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കി പുതുക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, ദൈവമേ സ്തോത്രം. സ്തുതിക്കുന്ന യേശുപ്പ, ഈ മനോഹരമായ ദിവസത്തിന്റെ രാത്രി വേളയ്ക്കായി സ്തുതിക്കുന്ന ദൈവമേ, പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങളെ ദൈവമേ ഈ തിരുവാലയത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന കൃപകൾക്കായി കോടാനുകൂടി നന്ദി കരേറ്റുന്ന യേശുപ്പ. പലവിധമായ പ്രയാസങ്ങളോടെ രോഗത്തിന്റെ അവസ്ഥയിൽ, ഭാരത്തിന്റെ അവസ്ഥയിലൊക്കെ കടന്നു വന്നിട്ടുള്ളവരുണ്ട് ദൈവമേ. കടഭാരങ്ങളുടെ മധ്യേ കടന്നു വന്നിട്ടുള്ളവരുണ്ട് ദൈവമേ. യേശുവേ, സന്തോഷമില്ലാതെ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് ദൈവമേ. ഒരു കുഞ്ഞുപോലും ദൈവമേ ദുഃഖത്തോടെ കടന്നു പോകാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവമേ കടന്നു പോകാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ദൈവമേ നമ്മുടെ സഭയ്ക്കായി, നമ്മുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ഈ സഭ ഈ ദേശത്തിന് വിളക്കായി ശോഭിക്കുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഈ ദേശത്തിന് വിളക്കായി ശോഭിക്കുവാൻ, അനേക നന്മകൾ കാഴ്ചവെക്കുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. സഭയെ അനുഗ്രഹിക്കണം ദൈവമേ. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛന്മാരെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ. കുടുംബമായി ദൈവമേ അവരെ അനുഗ്രഹിക്കണം.
അവരുടെ ശുശ്രൂഷകളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദൈവമേ, മാതൃകയോടുകൂടെ ദൈവമേ നമുക്ക് ആരാധനകൾ ലഭിക്കുവാനായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം ദൈവമേ. സഭയിലെ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുപ്പ, സംഘടനകളിലൂടെ കുഞ്ഞുമക്കൾ ദൈവത്തെ അറിയുവാൻ, ദൈവമേ വചനമാകുന്ന വിത്തുകൾ അവരുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുവാൻ, അത് വളർന്ന് ഫലം കൊടുക്കുന്നതായി തീരുവാനായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും, സഭയിലെ എല്ലാ മക്കളെയും ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. ദൈവമേ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നവരെ ദൈവമേ യേശുവേ സന്തോഷത്തോടെ മടക്കി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ ദൈവമേ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ പ്രയാസത്താൽ കടന്നു വന്നിരിക്കുന്ന ധാരാളം പേരുണ്ട് ദൈവമേ. ആശുപത്രികളിലും ഭവനങ്ങളിലുമായിട്ട് നമ്മുടെ സഭയിലെ മക്കൾ ആയിരിക്കുന്നവരുണ്ട് ദൈവമേ. യേശുവേ അവരെ ദൈവമേ അങ്ങ് സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. അവരെ സൗഖ്യത്തിൻ്റെ അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രജനീഷ് എന്ന ഒരു സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ദൈവമേ കരൾ സംബന്ധമായ രോഗത്താൽ കഴിയുന്ന പ്രിയ സഹോദരൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദൈവമേ. യേശുവേ അവന് പൂർണ്ണമായ സൗഖ്യത്തിൻ്റെ അനുഭവത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കരൾ മാറ്റിവെക്കുവാൻ പണമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആ കുടുംബത്തെ ദൈവമേ അനുഗ്രഹിക്കണം ദൈവമേ. യേശുവേ സൗഖ്യത്തിൻ്റെ അനുഭവത്തെ കൊടുക്കണം. ആ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണത്തിൻ്റെ ദൈവമേ കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. പ്രിയ മകൻ സൗഖ്യത്തോടുകൂടെ വന്ന് നമ്മുടെ സഭയിൽ വന്ന് സാക്ഷി പറയുവാനുള്ള വലിയൊരു അവസരത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. യേശു ഇനിയും പലരും ദൈവമേ ആശുപത്രികളിലും വീടുകളിലുമായി ദൈവമേ രോഗത്തിൻ്റെ അവസ്ഥയിൽ ശാരീരികമായുള്ള വേദനയുടെ അനുഭവത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് ദൈവമേ. എല്ലാവരെയും ദൈവം അങ്ങ് തുടരണം ദൈവമേ. സൗഖ്യത്തിൻ്റെ അനുഭവത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. 38 സംവത്സരം ബെഥസ്ദാ കുളക്കരയിലായിരുന്ന മനുഷ്യനോട് കിടക്കെടുത്ത് നടന്നു പോകുവാൻ ദൈവമേ അങ്ങ് കൽപ്പിച്ച് യേശുപ്പ. അവൻ്റെ മനസ്സുണ്ടോ ശുദ്ധമാകാന്ന് പറഞ്ഞുകൊണ്ട് മനസ്സുണ്ട്, അവനോട് എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞപ്പോൾ അവന് 38 വർഷത്തെ വ്യാധി മാറി സൗഖ്യത്തോടുകൂടെ കടന്നു പോകാനിടയായി. ദൈവമേ 18 സംവത്സരം കൂനിയായ സ്ത്രീയെ യേശുവെ നിവർന്നു നിൽക്കുമാറാക്കി അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ തിരുവചനത്തിലൂടെ ദൈവമേ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. 12 സംവത്സരം രക്തസ്രാവമായിരുന്ന രോഗം ബാധിച്ച സ്ത്രീക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടപ്പോൾ പൂർണ്ണമായ സൗഖ്യം ലഭിക്കുവാനിടയായി ദൈവമേ. ഞങ്ങളും ദൈവമേ വിശ്വസിക്കുന്ന യേശുപ്പ, ഞങ്ങൾക്കും ദൈവമേ സൗഖ്യം ലഭിക്കുന്നുള്ള വിശ്വാസത്തോടായിരിക്കും ദൈവമേ ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവമേ ഭവനത്തിലുള്ള ആയിരിക്കുന്നവർ, ദൈവമേ രോഗത്തിൻ്റെ പ്രയാസത്തിലായിരിക്കുന്നവർക്ക് പൂർണ്ണമായ വിടുതലിൻ്റെ അനുഭവത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലായിരിക്കുന്നവരെ ദൈവമേ അങ്ങ് തൊടണം, പൂർണ്ണമായ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ദൈവമേ ഞങ്ങളുടെ ഈ സഭയിലെ ഈ ദേശത്തിലെ കുഞ്ഞുമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുപ്പ. യേശുവേ കുഞ്ഞുമക്കൾ വചനത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. വചനമാകുന്ന വിത്തുകൾ അവരുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുവാനും ദൈവമേ അത് വളർന്ന് ഫലം കൊടുക്കുന്നതായി മാറുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവമേ കാത്തുകൊള്ളണം ദൈവമേ. ബാലാഴ്ചകളിൽ നിന്നെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. സങ്കീർത്തനം 119:9 പറയുന്നത് പോലെ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനമാകുന്ന വിത്തുകൾ കുഞ്ഞുങ്ങൾ ഉള്ളിൽ നിറച്ച് ഒരു ആത്മീയ ഉണർവോടുകൂടെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണം ദൈവമേ. ഇന്ന് മൊബൈലിന് അടിമപ്പെട്ടുകൊണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ ദൈവമേ നശിച്ചു കൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദൈവമേ. ഒരു കുഞ്ഞു പോലും മൊബൈൽ അഡിക്ഷനിലോട്ട് ആകാതെ വണ്ണം ദൈവമേ കാത്തു പരിപാലിക്കണം ദൈവമേ. മദ്യം മയക്കുമരുന്നിന് ഒരുപാട് കുഞ്ഞുങ്ങൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ദൈവമേ. യേശുവേ നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണം ദൈവമേ. ദൈവികമായ ജ്ഞാനം ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിറയ്ക്കണം ദൈവമേ. പഠിക്കുവാനുള്ള സ്വർഗീയമായ ജ്ഞാനം പൈതങ്ങൾക്ക് നൽകണം ദൈവമേ. ശലോമോന് കൊടുത്ത ജ്ഞാനം നൽകണം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നതുപോലെ നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന് അരുളപ്പെടുന്ന പ്രകാരം ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് ചോദിക്കുവാൻ ദൈവമേ ജ്ഞാനം ചോദിച്ചു വാങ്ങുവാൻ ഇടയാകണം ദൈവമേ. നമ്മുടെ മക്കൾ ജ്ഞാനത്തോടുകൂടെ ദൈവമേ നല്ല പൈതങ്ങളായി വളർന്നു വരുവാൻ, അനേകർക്ക് സാക്ഷികളായി തീരുവാൻ, തിരുവചനത്തെ പ്രഘോഷിക്കുന്ന മക്കളായി തീരുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം ദൈവമേ. നമ്മുടെ സഭയിലെയും ദേശത്തിലെയും എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണം ദൈവമേ. നല്ല വഴിയിലൂടെ നടന്നു വരുവാൻ ഇടയായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഒരാൾ പോലും നശിച്ചു പോകുവാൻ ഇടവരുത്തരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. യേശുവേ
നമ്മുടെ സഭയിലെയും ദേശത്തിലെയും യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, യൗവന കാലഘട്ടത്തിൽ ദൈവമേ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ, നല്ലത് മാത്രം ചിന്തിക്കുവാൻ, നല്ലത് മാത്രം സംസാരിക്കുവാൻ, നല്ലത് മാത്രം പ്രവർത്തിക്കുവാൻ ദയത്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അനേകം മക്കൾ ദൈവമേ ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ദൈവമേ. യേശുവേ, അനേകം ക്യാമ്പസുകൾ ഇന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് പോകുന്ന ദൈവമേ. നമ്മുടെ ഒരു മക്കൾ പോലും മയക്കുമരുന്നിന് അടിമപ്പെടുവാനിടയാകരുത് ദൈവമേ, മദ്യത്തിന് അടിമപ്പെടുവാനിടയാകരുത് ദൈവമേ. അവരെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. യേശുവേ, യൗവന കാലഘട്ടത്തിൽ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കില്, നടപ്പില്, നിർമ്മലതയില്, സ്നേഹത്തില്, എല്ലാം വിശ്വാസത്തിലും മാതൃകയായിരിക്കുവാൻ ദൈവമേ നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തെ ഓർത്തുകൊണ്ട് ദൈവമേ മക്കളായിരിക്കുവാൻ ഉണ്ടായിത്തീർക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവമേ. യൗവനത്തിൽ സാക്ഷിയോട് ജീവിക്കുവാൻ, റോൾ മോഡൽസായി ജീവിക്കുവാൻ, അനേകർക്ക് മുമ്പിൽ നമ്മുടെ തിരുവചനത്തെ പ്രഘോഷിക്കുന്ന മക്കളായി തീരുവാൻ ഉണ്ടായിത്തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യൗവനത്തിനും മക്കളെ അനുഗ്രഹിക്കണം ദൈവമേ. നല്ല ജോലിയെ, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല കുടുംബ ജീവിതങ്ങളെ കൊടുത്തവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ഞങ്ങളുടെ സഭയിലെ മധ്യവയസ്കരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ദൈവമേ, അവർ ചെയ്യുന്നതായ ജോലികളെ ദൈവമേ മാനിക്കണം ദൈവമേ. യേശുവേ, അവരുടെ അധ്വാന ഫലങ്ങൾ ഒരിക്കലും വൃഥാവായി മാറുവാൻ പാടില്ല ദൈവമേ. യേശുവേ, അവരുടെ അധ്വാന ഫലങ്ങൾ വൃഥാവായി മാറുവാൻ പാടില്ല ദൈവമേ. അത് അവരുടെ കുടുംബങ്ങളിൽ, സഭയ്ക്ക്, നമ്മുടെ ദേശത്തിലെല്ലാം പ്രയോജനമായി തീരുവാൻ ദയത്തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കുടുംബങ്ങളിൽ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അനുഭവങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. അനേകം കുടുംബങ്ങൾ ദൈവമേ ഇന്ന് സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, പലവിധമായ പ്രശ്നങ്ങളുടെ മധ്യ ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ദൈവമേ. യേശുവേ, ആ കുടുംബങ്ങളിൽ അങ്ങ് സന്ദർശിക്കണം ദൈവമേ. ആ കുടുംബങ്ങളിൽ അങ്ങ് സന്ദർശിച്ച് ദൈവമേ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ കൊടുക്കണം ദൈവമേ, സമാധാനത്തിന്റെ അനുഭവങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവ. ദൈവമേ, നിസാര പ്രശ്നങ്ങളാൽ, വ്യത്യസ്തമായ പ്രശ്നങ്ങളാൽ അകന്നു നിൽക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് ദൈവമേ. യേശുവേ, നമുക്ക് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ നല്ല കുടുംബങ്ങളാണ് ദൈവമേ ഞങ്ങൾക്ക് വേണം ദൈവമേ. ഞങ്ങളുടെ ദൈവമേ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ദൈവമേ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവ. നരച്ച മുടി ശോഭയുള്ള കിരീടമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശുവേ, നരച്ച മുടിയുടെ കാലഘട്ടത്തിൽ യേശുവേ അവരെ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം എപ്പോഴും ദൈവമേ അങ്ങയുടെ ദൂതന്മാരെ കൊണ്ട് നിറച്ച് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരുടെ ഓരോ യാത്രകളിലും എപ്പോഴും അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുപ്പ. യേശുവേ, വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ വചനത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അവർക്ക് വേണ്ട കരുതൽ നൽകുവാൻ ദൈവമേ ഞങ്ങളെ ശക്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ഭവനങ്ങളിൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കരുതുവാനുള്ള, ശുശ്രൂഷ ചെയ്യുവാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. എല്ലാ കുടുംബങ്ങളിലെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ദൈവമേ കാത്തു പരിപാലിക്കണം ദൈവമേ. അസ്വർഗീയമായ കിരീടം നേടുവാൻ അവർ ഒരുക്കത്തോടുകൂടെ ആയിരിക്കുവാൻ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. ദൈവമേ, ഞങ്ങളുടെ രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. യേശുവേ, ഞങ്ങളുടെ രാഷ്ട്രത്തിനായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു, നല്ല ഗവൺമെന്റുകൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. സമാധാനത്തിന്റെ ദൈവമേ ഒരു അന്തരീക്ഷം ലഭിക്കുവാൻ ദയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശു. പ്രത്യേകിച്ചും ദൈവമേ വരാനിരിക്കുന്ന ദൈവമേ പാർലമെന്റ് ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. യേശുവേ, ഞങ്ങളുടെ ദേശത്തിലെ ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സഭയിലെ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. നല്ല നേതാക്കൾ ദൈവമേ, ദൈവഹിത പ്രകാരമുള്ള നേതാക്കൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, നല്ല ഭരണം കാഴ്ചവെക്കുവാൻ ദയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. തിരുഹിതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. തിരുഹിതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുപ്പ. യേശുവേ, നല്ല നേതാക്കൾ ഞങ്ങൾക്ക് ലഭിക്കണം, നല്ല ഭരണം ഞങ്ങൾക്ക് ലഭിക്കണം ദൈവമേ. യേശുവേ, ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ. യുദ്ധങ്ങൾ വേണ്ട ദൈവമേ, സമാധാനത്തിന്റെ അന്തരീക്ഷം ഞങ്ങൾക്ക് നൽകണം ദൈവമേ. യേശുവേ, ഇനിയും ദൈവമേ ഞങ്ങളുടെ ദൈവമേ ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ദൈവമേ ആരാധിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവമേ സ്വതന്ത്രമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. മണിപ്പൂറിന്റെ അവസ്ഥ ഞങ്ങൾ കണ്ടു ദൈവമേ. യേശുവേ, അനേകം പേർ ക്രിസ്ത്യാനികൾ ദൈവത്തെ വിശ്വസിച്ചവർ കൊല്ലപ്പെട്ടു ദൈവമേ. അനേകം നമ്മുടെ സഹോദരിമാർ ദൈവമേ അവരുടെ മാനം നഷ്ടപ്പെട്ടു ദൈവമേ. ഇന്നും നരകതുല്യമായി ജീവിതം അനുഭവിക്കുന്ന അനേകം ദൈവമേ വിശ്വാസികളുണ്ട് ദൈവമേ. യേശുവേ, അവർ തളർന്നു പോകാതെ വണ്ണം യേശുവേ നമ്മുടെ വചനത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ആയിരിക്കുവാനിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്വർഗീയമായ കിരീടം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഉറച്ചു നിൽക്കുവാനിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ദേശത്തും ദൈവമേ സൗത്ത് ഇന്ത്യയിലും പലവിധമായ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുന്ന ദൈവമേ. യേശുവേ, ഈ ഒരു അവസരത്തിലും നമുക്ക് ഈ ആലയത്തിൽ ആസ്മ മെമ്മോറിയൽ സഭയിലായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ വിലയേറിയ അവസരം നൽകിയിരിക്കുന്ന ദൈവമേ. യേശുവേ, നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ നോമ്പ് നാളുകളിൽ ദൈവത്തെ നോക്കി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നൽകിയ വിലയേറെ കൃപകൾക്കായി നന്ദി
പകരട്ടെ യേശുപ്പ. ആയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം ദൈവമേ. ആയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം ദൈവമേ. വിവിധ ആവശ്യങ്ങളോട് വിവിധ ഭാരങ്ങളോട് കടന്നു വന്നവർ ദൈവമേ ദുഃഖത്തോടുകൂടെ മടങ്ങിപ്പോകാൻ പാടില്ല ദൈവമേ. യേശുവേ ദൈവമേ താൻ സന്തോഷത്തോടെ കടന്നു പോകാൻ ഇടയ്ക്കിടണമെന്ന് പ്രാർത്ഥിക്കും ദൈവമേ. കഴിഞ്ഞ നാളുകളിലെല്ലാം അത്ഭുതകരമായി അതിശയകരമായി ദൈവം ഞങ്ങളെ നടത്തി. ഇനി ദൈവമേ ഈ നാളുകളിൽ ഞങ്ങൾക്ക് എല്ലാവിധമായ നന്മകളെ കൂടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സഭയിലെ എല്ലാ വിശ്വാസികളെയും പൂർണ്ണമായും ഞങ്ങളുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിക്കണം ദൈവമേ. നല്ലത് ദൂത് ഞങ്ങൾക്ക് ലഭിക്കുവാൻ അതിലൂടെ ദൈവമേ ഞങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാനിടയിൽ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളെല്ലാവരെയും പൂർണ്ണമായും ഞങ്ങളുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കാത്തുകൊള്ളാം. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങൾ